സ്വർണം കെട്ടതാരപ്പാ ഉണ്ണികൃഷ്ണനാണപ്പാ. ഈ ഉണ്ണികൃഷ്ണനാരപ്പാ അടൂർ പ്രകാശിൻ്റെ ആളാണപ്പാ. അടൂർ പ്രകാശൻ ആരപ്പാ UDFിൻ്റെ കൺവീനറാണപ്പാ. പോറ്റിയേൽപ്പിച്ചതാരപ്പാ മുരാരി ബാബു ആണപ്പാ. കോൺഗ്രസ് നേതാവാണല്ലോ, ഈ കോൺഗ്രസ് നേതാവാണപ്പാ. പാളി കൊടുത്തത് ആരപ്പാ? സുധീഷ് കുമാറാണപ്പാ. ഈ സുധീഷ് കുമാർ ആരപ്പാ? കോൺഗ്രസ് നേതാവാണപ്പാ. പാരടി ഉണ്ടാക്കിയതാരപ്പാ? കോൺഗ്രസ്സുകാരനാണപ്പാ. എന്തിനു വേണ്ടിയാണപ്പാ? ഭരണം പിടിക്കാനാണപ്പാ. ഞാൻ ഇങ്ങനൊരു പാരഡി ഉണ്ടാക്കാൻ കാരണം വേറെ ഒന്നുമല്ല. ഈ പാരഡി ഇങ്ങനെ പാടാൻ കാരണം, ഉണ്ടാക്കിയതെന്ന് പറയില്ല, പാടാൻ കാരണം ഒടുവിൽ ഹൈക്കോർട്ടിൽ വ്യക്തമായി, ശബരിമലയിലെ സ്വർണ്ണപ്പാളി പ്രശ്നത്തിന് ദേവസ്വം ബോർഡിലെ ഉന്നതർക്കോ യാതൊരു പങ്കുമില്ലാന്നും. 2019 ഉദ്യോഗസ്ഥർ എല്ലാം കോൺഗ്രസ് യൂണിയൻ നേതാക്കളായിരുന്നു. പോയില്ലേ, പണി പാളിയില്ലേ. എടോ, പദവി ഭരണം പിടിക്കണമെങ്കിൽ മര്യാദയ്ക്കുള്ള രീതിക്കൊക്കെ പെരുമാറടോ, ഒരു ഉളുപ്പ് വേണ്ടേ. ഒടുവിൽ ചെമ്പ് തെളിഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റിയ ഉദ്യോഗസ്ഥ ഗൂഢാലോചനയുടെ വിവരങ്ങൾ ഇതാ പുറത്ത്. 2019 തന്നെ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടരുത് എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉത്തരവിറക്കിയിരുന്നു. അന്നത്തെ ദേവസ്വം ബോർഡ് സെക്രട്ടറി ജയശ്രീയാണ് ആ ഉത്തരവ് തിരുത്തിയത്. സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടാമെന്ന് സ്മാർട്ട് ക്രിയേഷൻസുമായി ഇമെയിൽ നടത്തിയത് മുരാരി ബാബു. സ്വർണ്ണപ്പാളി ചെമ്പാണെന്ന് റിപ്പോർട്ട് നൽകിയത് മുരാരി ബാബു. അത് സാക്ഷ്യപ്പെടുത്തിയത് അന്നത്തെ തിരുവാഭരണ കമ്മീഷണർ ബൈജു. ഇവരെല്ലാം ചേർന്ന ഗൂഢാലോചനയുടെ ഭാഗമാണ് ശബരിമലയിൽ നടന്ന തട്ടിപ്പ്. ദേവസ്വം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇതുള്ളത്. ഇനി ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നവരുടെ രാഷ്ട്രീയ ബന്ധം കൂടെ പരിശോധിക്കണ്ടേ. ഇതിൽ തിരുവാഭരണ കമ്മീഷണർ ബൈജു ജീവനക്കാരുടെ സംഘടനയുടെ സംസ്ഥാന നേതാവും ഇപ്പോൾ ദേവസ്വം പെൻഷനേഴ്സ് കോൺഗ്രസ് സംഘടനയുടെ സംസ്ഥാന ട്രഷററുമാണ്. ഇപ്പൊ പൊടിപ്പും തൊങ്ങലും വെച്ചുള്ള വാർത്തകൾക്ക് പിന്നിൽ ഇവർക്ക് പുറമെ മറ്റൊരാൾ കൂടിയുണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ അനൌദ്യോഗിക സ്റ്റാഫ് അംഗമായ കൃഷ്ണകുമാർ വാര്യർ. ഇയാൾ KPCC അംഗമെന്നാണ് സ്വയം പരിചയപ്പെടുത്തുന്നത്. മുൻ ദേവസ്വം ഉദ്യോഗസ്ഥനായ ഇയാളെ സാമ്പത്തിക തട്ടിപ്പിന് മുൻപ് ദേവസ്വം ബോർഡിൽ നിന്ന് അച്ചടക്ക നടപടി എടുത്തിട്ടുള്ള ആളാണ്. അതിൽ നിന്നും ഈ തട്ടിപ്പ് സംഘങ്ങളും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ബോർഡിലെ ഗൂഢാലോചന സംഘങ്ങളും കോൺഗ്രസുമായുള്ള ബന്ധങ്ങൾ വ്യക്തമാവുകയാണ്. ഇതോടുകൂടി ഇതിനു പിന്നിൽ ആരാണെന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ വിഷയം സഭയിൽ ചർച്ച ചെയ്യാതെ സതീശനും ടീമും മുങ്ങുന്നതെന്ന് വ്യക്തമായില്ലേ. സതീശ, എല്ലാം പുറത്തുവരും.